പോഡ്കാസ്റ്റ്. ഈ വീഡിയോ ഞങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് സ്കൂൾ ലൈഫിനോടാണ്. നമ്മളെപ്പോലെ സ്കൂളിനോട് അല്ലെങ്കിൽ കോളേജിനോട് വിട പറയാൻ പോകുന്നവർക്കായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് സമർപ്പിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാടാൻ നേരത്ത് ഞാനിങ്ങനെ സ്കൂൾ ബെഞ്ചിൽ ഇങ്ങനെ കൊട്ടും അതേ താളത്തിൽ. അപ്പം ഞാൻ ഈ കൊട്ടുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോത്സാഹനം എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പാടുമ്പോൾ ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് കൊട്ടും ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സുമാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ കൊട്ടും, ഞങ്ങൾ പാടും, അങ്ങനെ ഒരു അടിപൊളി നല്ല രസമായിരുന്നു അത്. ഓക്കെ. നമുക്ക് ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ വലിയ രസമാണ്. കാരണം നമ്മൾ ഒന്ന് രണ്ട് ചെക്കന്മാർ കൂടിയിരുന്ന് സൊറ പറയുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് വേറെ ചെക്കൻ കയറി വരും, കുറച്ച് എരിവും പുളി ഇട്ട് തരും. അപ്പോൾ പിന്നെ അതൊരു വലിയ അടിയായി മാറും. പക്ഷേ ഇതൊക്കെ ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു അടി മാത്രമാട്ടോ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്കൂൾ ജീവിതത്തിൽ ചില ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ. അതുപോലെ എനിക്കുണ്ട് നല്ലൊരു ഓർമ്മ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വല്ലാത്ത ദിവസങ്ങളായിരുന്നു. ആരെങ്കിലും ഒരാൾ ഭക്ഷണം കൊണ്ടുവരും, അതിലാണെങ്കിലോ 1000 ആൾക്കാരുടെ കയ്യും. അപ്പം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കിട്ടിയില്ല, കൊണ്ടുപോയാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും. അതുപോലെ ആക്കിയവൻ്റെ അമ്മൻ്റെ മംഗലാപുരം ബിരിയാണി, അതോ ആരൊക്കെ വായിൽ കപ്പലോടും. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മളെ പൂക്കളോത്സവമാണ്. അതിലെങ്ങനെ വെച്ചാൽ സാധാരണ ഏതെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വരും, പൂക്കളിടും, ഏറിപ്പോയാൽ ഒരു കപ്പ് പായസം കൊണ്ട് തരും. പക്ഷെ നമ്മളെങ്ങനെയല്ല, നമ്മൾ വെറൈറ്റീൻ്റെ ആൾക്കാരാണ്. ഓട്ടം തുള്ളൽ, കഥകളി, ചവിട്ട് നാടകം, അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങൾ നമ്മൾ ചെയ്ത് ഇതാ വന്ന് ജഡ്ജസ് മാർക്കിട്ട് അപ്പം തന്നെ 7 ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസും ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹനം സമ്മാനവും. ഈ സ്കൂൾ ലൈഫൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് കുറ്റം പറയും, ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ വരും. നമ്മളെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ ഒരാളെ പച്ചക്ക് ഇറച്ചി തിന്നുക. ഈ ഇറച്ചി തിന്നുക എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി കാണുമോ നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ പച്ചക്ക് പറഞ്ഞാൽ ഓനങ്ങോട്ട് ഇല്ലാതാക്കുക, ഓരോന്നും പറഞ്ഞിട്ട് അവനെ കളിയാക്കുക, അങ്ങനെ അവനെ അങ്ങോട്ട് കളിയാക്കുക.
ഈ ഫ്രണ്ട്സിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് ലൈഫിൽ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈഫിൽ പ്രോഗ്രസ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കുറയുമ്പോൾ സസ്പെൻഷൻ ഉണ്ടാകുമ്പോൾ വല്ലാത്ത സിറ്റുവേഷൻ അതൊക്കെ. അപ്പോൾ ഈ പാരൻസ് വരും, അവരെന്തെങ്കിലും രണ്ട് കൊസറ വർത്താനം പറയും. അവരെ തന്നെ പറയുന്നതെന്ന് അവർ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുതന്നെ ആകെപ്പാട് ഡള്ളടിച്ച് ഡെസ്പായി നമ്മളങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് അങ്ങനെ നടക്കുന്നതെങ്കിൽ പുറത്തുള്ള ഒരുത്തന് സഹിക്കില്ല. ഓൺ ദ സ്പോട്ട് തോളത്ത് കൈയിട്ട് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കും. അപ്പം നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, അവനൊരു സന്തോഷം വരും. ആ സന്തോഷം സമാധാനം ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. ആ സന്തോഷവും സമാധാനത്തിലുള്ള ഏക പേരാണ് ഫ്രണ്ട്ഷിപ്പ്. ഇതുവരെ നിങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം, ഫ്രീഡം, പിന്നെന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം ഇനി ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇതേപോലെ ഒരു യൂണിഫോം ഇട്ട് ഒരേ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനെയൊന്നും ഇനി ഒരിക്കലും സംഭവിക്കില്ലല്ലേ. ഇനി ചിലപ്പോൾ എല്ലാവരും ഒന്നിക്കാൻ പോകുന്നത് എക്സാം ഹാളിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ ചൂടിൽ ജീവിതത്തിലെ ഇരുണ്ട പാടുകൾ തുന്നിത്തിട്ടപ്പെടുത്തുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് ചിലപ്പോൾ ആലോചിക്കാൻ പോലും സമയമുണ്ടാവില്ല. വർഷങ്ങൾക്ക് ശേഷം ജീവിതം ഒരു കരയ്ക്കടുപ്പിക്കാനുള്ള നെട്ടോട്ടം നമുക്ക് അവസാനിക്കുമ്പോൾ ഈ റസ്റ്റൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഈ ഉമ്മറത്ത് ഈ കോലായിലൊക്കെ ഈ ചാരുകസയിലൊക്കെ ചാരി ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ പഴയ കാലമൊക്കെ ഓർക്കും. അപ്പോൾ നമ്മളൊക്കെ ഓരോന്ന് ആലോചിക്കും, നമ്മളെ ഈ സ്കൂൾ ലൈഫൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു. അതൊക്കെ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളെ കരയിപ്പിക്കും, ചിലപ്പോൾ ദുഃഖിപ്പിക്കാം. വല്ലാത്തൊരു സങ്കടമുള്ള സിറ്റുവേഷൻ അതൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ നഷ്ടപ്പെടുക? ഫ്രണ്ട്ഷിപ്പ്, ലവ്, affection, silly fights, one lunchbox and 1,000 hands, scoldings, angry teachers, suspension, exam fever, combined study, dress code for programs, അങ്ങനെ എന്തൊക്കെയോ ലോട്ട്സ് അല്ലേ, എത്രയോ ഉണ്ട്. ഇതൊന്നും നമുക്കിനി ലഭിക്കില്ല. ഇവിടെ തീരുകയാണ് ഒരു അധ്യായം. ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു അധ്യായം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഈ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് പടി ഇറങ്ങി പോകുന്നത് ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ടാണ്. എന്നും ഹൃദയത്തോട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട്. യെസ്, ദിസ് ഈസ് വാട്ട് വി ഹാവ് ലോസ്റ്റ്, അവർ സ്കൂൾ ലൈഫ്. ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോന് അല്ലെങ്കിൽ ഈ ചെറിയ ടെലിഫിലിമിന് ലോസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്.